അടുത്തത് വളരെ മനോഹരമായ ഒരു സ്കിറ്റാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ സെയിന്റ് ജെയിംസ് ഇടവയിലെ വളരെ വിദഗ്ധരായ കലാകാരന്മാരാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഞങ്ങൾ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ദൈവവുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗമായിട്ടാണ് നാം എപ്പോഴും കാണുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഉണ്ടായിരുന്ന ഋഷിവര്യന്മാർ പണ്ട് പറഞ്ഞു, ലോകോ സമസ്തോ സുഖിനോ ഭവന്തു, സർവ ലോകത്തിനും ഐശ്വര്യം ഉണ്ടാകണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. എല്ലാവരും നന്നായി കാണുക, എല്ലാം അയൽക്കാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കുക. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് താൻ പ്രമാണിത്വത്തിന്റെയും സ്വന്തം പൊങ്ങച്ചങ്ങളുടെയും സ്വന്തം നേട്ടങ്ങളുടെയും പട്ടിക നിരത്തി ദൈവത്തോടുള്ള വിലപേശലായിട്ട് തരം താഴ്ന്നതായിട്ടാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും നമുക്ക് അറിയാതെ തന്നെ മനസ്സിലാക്കുക. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതായ ഈ സ്കിറ്റ് കേരളത്തിലെ ഒരു പുരാതന ദേവാലയത്തിന്റെ മുൻപിൽ ഉള്ള കൽക്കുരിശിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ കൽക്കുരിശിന്റെ മുന്നിൽ എല്ലാവരും വരികയും തിരികെത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവനവന്റെ കാര്യമാണ് എന്ന് മാത്രം. ഒരിക്കൽ ദൈവം വിചാരിച്ചു, ഇവരൊക്കെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ആ കൽക്കുരിശിന്റെ ചുവട്ടിൽ പോയി ഇവരാരും കാണാതെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും അവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെങ്കിൽ ഇവർ മൗനമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. ദൈവം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ ആ പരിശുദ്ധ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള കൽക്കുരിശിന്റെ ചുവട്ടിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും നൽകണമേ. കർത്താവേ, നിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ കർഷകർ എല്ലാം മറന്നു എന്നാണ് തോന്നുന്നത്. എന്റെ കാര്യം തന്നെ എടുക്ക്. പാടത്തും പറമ്പിലും പണിയെടുത്താണ് ഞാൻ കുടുംബം കൂട്ടുന്നത്. അത് നിനക്കും അറിയാമല്ലോ. ഇത്തവണ എന്റെ കൃഷി എല്ലാം ഒന്ന് പച്ച പിടിച്ചു വന്നതാ. അപ്പൊ അതാ എങ്ങാതെ വന്ന കൃഷി എല്ലാം കൂടി എന്റെ വിള നശിപ്പിച്ചു കളഞ്ഞു. എന്റെ തൊട്ടപ്പുറത്തെ പറക്കിയുടെ പറമ്പിലാണെങ്കിൽ കൃഷിയുടെ ശല്യം ഒട്ടുമില്ല. താനും എന്റെ ദൈവം എന്റെ പറമ്പിലെ പുഴുക്കളെല്ലാം കൂടി ആ വർക്കിയുടെ പറമ്പിലേക്ക് വിട്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് തരണമേ. പിന്നെ എന്റെ പറമ്പിന്റെ അടുത്തുള്ള കിഴക്കവീടിന് അവറാച്ചിന്റെ സ്ഥലം അയാൾ 2 പേർക്ക് ദാനാധാരമായി എഴുതി തരുമാറാകണമേ. അവന്റെ ഐശ്വര്യമെല്ലാം നശിച്ച് അവൻ കുത്തുപാട് എടുക്കുമാറാകണമേ. ദുർമാർഗികളായ എന്റെ മക്കളെ പോലെ അവന്റെ മക്കൾ മാറ്റി വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവന്റെ അഗ്രഗണ്യ മാന്തിയ കാര്യം അവൻ അറിയരുതേ. ഇക്കാര്യമെല്ലാം നടത്തിയിട്ടെന്നാൽ ഞാൻ ഒരുകൂട് അല്ല ഒരു മെഴുകുതിരി ചെയ്യുന്നതിൽ കത്തിച്ചേക്കാന്ന് ആണ്. കഴിഞ്ഞ വർഷം വരെ നിർജീവാവസ്ഥയിലായിരുന്ന നമ്മുടെ വനിതാ സമാജത്തിന് പുതുജീവൻ വെച്ചത് ഞാൻ സെക്രട്ടറി ആയതിനു ശേഷമാണെന്ന് നിനക്ക് അറിവുള്ളതാണല്ലോ.
ഞാൻ നിന്നെ മമത്വപ്പെടുത്തുന്നു. കലപ്പയ്ക്ക് കൈവച്ചതിനു ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളവനായ എന്റെ കർത്താവേ, ഞാൻ ഇപ്പോൾ കൈവച്ചിരിക്കുന്ന ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറകോട്ട് പോകാതിരിക്കുവാൻ ഇനിയുള്ള വർഷങ്ങളിലും എന്നെ നീ സഹായിക്കണമേ. കർത്താവേ, മേലെഴുത്തിലെ നേടി പെന്തക്കോസ്തിൽ ചേർന്നത് ഓർത്ത് അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ കൂടി കുറഞ്ഞു കിട്ടിയല്ലോ. കർത്താവെ, യൂത്ത് അസോസിയേഷന്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്റെ മകനെയും, ബാലിക സമാജത്തിന്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്റെ മകളെയും നീ അനുവദിക്കണമേ. കർത്താവെ, ഒരു പാവത്താനായ എന്റെ ഭർത്താവിനെ ഓർത്ത് ഞാൻ കലങ്ങൾ ഒരുക്കാത്ത ദിവസങ്ങളില്ലല്ലോ. കർത്താവെ, ആപ്പിയൂപ്പകൾ ആയ ജോണിക്കുട്ടിയും തോമസ് കുട്ടിയും ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് അവരെ പത്രോസ് മുതലാളിയുമായും ഷെവലിയ കരകൻ സാറുമായി കമ്പനി കൂടുവാൻ അദ്ദേഹം. കർത്താവെ, ഞായറാഴ്ച രാവിലെ മുതൽ പള്ളിക്കുള്ളിൽ വന്നു നിൽക്കാതെ പത്രോസ് മുതലാളിയും കരകൻ സാറും ചെയ്യുന്നത് പോലെ ഓഫീസ് മുറിയിൽ പോയി ഇരിക്കുവാനും കുർബാന തീരാറാകുമ്പോൾ മാത്രം പള്ളിക്കുള്ളിലേക്ക് വരുവാനുമുള്ള കൽപ്പത്തിന് അദ്ദേഹത്തിന് കൊടുക്കണമേ. ആമീൻ. യേശുവേ കർത്താവേ, എന്നെ കാത്ത് പരിപാലിക്കണമേ. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയില് എനിക്ക് ലാംഗ്വേജ് ബേസ് സബ്ജക്ട് കിട്ടിയില്ല. ഈ പ്രാവശ്യമെങ്കിലും എല്ലാ സബ്ജക്റ്റിലും ഒന്ന് പാസ്സായി കിട്ടണമേ. പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിന് എനിക്ക് മാത്രം കിട്ടണമേ. പിന്നെ കോപ്പി ഇരിക്കാൻ സാഹചര്യം അനുകൂലമായിട്ടിരുന്നെങ്കിൽ ഞാൻ പാസ്സായിക്കോളാമേ. 1ാം വർഷം പഠിക്കുന്ന രേഷ്മയ്ക്ക് കൊടുത്ത കത്തിന് അനുകൂലമായിട്ട് എനിക്ക് റിപ്ലൈ കിട്ടണമേ. മാധവിക്കും സുമതിക്കും കൊടുക്കുന്ന SMS-കളും കത്തുകളും മാറിപ്പോവാതെ ഒന്ന് നോക്കണമേ. അടുത്ത മാസം മുതൽ അപ്പൊ എനിക്ക് 1000 രൂപയെങ്കിലും മിനിമം പോക്കറ്റ് മണി ആയിട്ട് തരണമേ. പുതിയ പുതിയ സിനിമകൾ റിലീസ് ആവണമേ. പുതിയ പുതിയ സുന്ദരിമാർ എന്നെ നോക്കി ചാറ്റിംഗിൽ അറിയണമേ. പിന്നെ ഒരു മുഖ്യ വിഷയം, ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചേർക്കാൻ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അവന്റെ പുറയിലെ എല്ലാ പെണ്ണുകളും, ആ പെണ്ണുകളുടെ മുമ്പിൽ അവൻ ചമ്മി പോകാൻ ഒന്ന് നോക്കണമേ എന്നെല്ലാം പറഞ്ഞ പോലെ. ആമീൻ. കുടുംബക്കാരനാണെന്നും ബ്രാഹ്മണന്മാരായിരുന്ന അടിയന്റെ പിതാക്കന്മാരെ മർത്തോമാ ശ്ലീഹ നേരിട്ട് വന്ന് സ്നാനപ്പെടുത്തിയതാണെന്നും നിനക്ക് അറിവുള്ളതാണല്ലോ. ഈ പള്ളി പണിയാൻ സ്ഥലം കൊടുത്തതും മുൻകൈ എടുത്തതും എന്റെ വല്യപ്പനാണ്. കഴിഞ്ഞ ജൂബിലി പെരുന്നാളിന് വന്ന മെത്രാന്മാർ എന്നെയും എന്റെ കുടുംബത്തെയും വാനോളം പുകഴ്ത്തി സംസാരിക്കുന്നത് അങ്ങും കേട്ടതാണല്ലോ. അല്ല, ഞാനിതൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഞാനും എന്റെ കുടുംബക്കാര് അങ്ങേക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ അങ്ങ് നന്ദിയുള്ളവനാണ് എന്നെനിക്കറിയാം. ഇവിടെ വരുന്ന ബാക്കി ദുഃഖികളെ പോലെയല്ല ഞാനെന്ന് പറഞ്ഞെന്ന് മാത്രം. കർത്താവേ, കഴിഞ്ഞ 25 കൊല്ലമായി പ്രതിഫലേച്ഛ കൂടാതെ അടിയനെ ഈ നാടിനെ സേവിക്കുകയാണെന്ന് നിനക്കും അറിവുള്ളതാണല്ലോ. പക്ഷെ കർത്താവേ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോഴോ അതിനു മുമ്പ് സോണിയാഗാന്ധി വന്നപ്പോഴോ അടിയൻ നേരിട്ട് സംസാരിക്കുവാൻ ഒരു അവസരവും നീ തന്നില്ല. അധികാരമോഹം തലക്കി പിടിച്ച മറ്റ് രാഷ്ട്രീയക്കാർ അവരുടെ ചുറ്റും കൂടിയിരിക്കുകയായിരുന്നല്ലോ. ഉള്ളത് പറയാമല്ലോ, അതിലെനിക്ക് അല്പം പ്രയാസമുണ്ട്. കർത്താവ്, 2 വർഷത്തിനകം ഇലക്ഷൻ വരികയാണല്ലോ. ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എന്നെ നിർത്തുവാൻ ഹൈക്കമാൻഡിനെ കൊണ്ട് നീ തോന്നിപ്പിക്കണമേ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അല്ല ചെയ്തുവെന്ന് യാതൊന്നുമല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും ചാക്കിട്ട് പിടിക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവ്, കഴിഞ്ഞ തവണ ഭാവം വന്നപ്പോ അടിയന് ശബരിയാസ്ഥാനം നൽകിയത് ഞാൻ നന്ദി പറയുന്നു. പക്ഷെ കർത്താവ്, ആ കടയാക്കുട്ടിക്ക് കമാൻഡർ സ്ഥാനം കിട്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ആ തീരുമാനം ഇത്തിരി കട്ടിയായിപ്പോയി കർത്താവ്. അടുത്ത തവണ ഭാവം വരുമ്പോൾ